ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മധുരം കഴിക്കണം തോന്നുമ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി ഉണ്ടല്ലോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി. അതിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ബ്രെഡിൻ്റെ പീസസ്. നമ്മൾ കഴിക്കാണ്ട് മാറ്റി വെച്ചിരിക്കുന്ന ആദ്യത്തെയും അവസാനത്തെ ഒക്കെ പീസ് എടുത്തോ, ഒരു കുഴപ്പമില്ല, സൈഡും കണ്ടിക്കണ്ട, നമുക്ക് അതുപോലെ തന്നെ ഇടാം. പിന്നെ വേണ്ടത് ഏത്തപ്പഴം. നല്ലവണ്ണം പഴുത്തതാണെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ 2 ഏത്തപ്പഴം, അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നല്ലപോലെ മാഷ് ചെയ്യണം. പിന്നെ വേണ്ടത് കുറച്ച് പാല്, കണ്ടൻസ്ഡ് മിൽക്ക് മതി, ഇത്രയും മതി. ഒരു കുറച്ച് പോലും ഷുഗർ ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഡിഷിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ പീനട്ട് ബട്ടർ ഇഷ്ടമാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. നട്ട്സ്, അതായത് കാഷ്യൂ, ബദാം, പിസ്ത, ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ഞാനിതിൽ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ജസ്റ്റ് ബനാന, ബ്രെഡ്, പാല് പോലത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. എത്രത്തോളം ഹെൽത്തി ആക്കാം അത്രത്തോളം ഹെൽത്തി ആക്കാം. ഏത്തപ്പഴമൊക്കെ 2 ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇതൊരു നല്ലൊരു റെസിപ്പിയാണ്. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ഫുഡ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അങ്ങനെ ഒരു 2-3 ഡേയ്സ് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ഏത്തപ്പഴമൊക്കെ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് പാല് ആഡ് ചെയ്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലപോലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിക്കാം. പിന്നെ ഈ മുറിച്ച് വെച്ച പീസുകൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കൂടെ ഇട്ട് ഒരിക്കൽ കൂടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല ക്രീം പോലെ ഇരിക്കുന്ന അതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഇടാം. 2ആയിട്ട് അരിക്കാൻ മടിയുള്ളവർക്ക് ആദ്യം തന്നെ നമുക്ക് ഏത്തപ്പഴവും ബ്രെഡ് പീസസും കൂടെ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ അരയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിവിടെ മിൽക്ക് മെയ്ഡിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ മധുരത്തിന് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെയും ആ ഏത്തപ്പഴത്തിൻ്റെയും മധുരം മാത്രമാണ് ഈ ഒരു റെസിപ്പിക്ക് മധുരമായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ കണക്കനുസരിച്ച് നമുക്കിടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൂൺ നിറച്ചിടുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ പാല് ഒഴിച്ച് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ അരച്ചെടുത്ത് ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൗഡർ ഇതിൻ്റെ മേളിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നട്ട്സ്, കാഷ്യൂ നട്ട്സൊക്കെ പൊടിച്ച് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഓവർനൈറ്റൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ഈസി ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയല്ലേ ഇത്. അപ്പം ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് കമൻസിൽ പറയണേ. ഓക്കെ, ബൈ.